മോർണിംഗ് ഓൾ. വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ് ഓഫ് ദക്ഷിണ ലേണിംഗ്സ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 ഹെഡ്ലൈൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ടു ലേറ്റ് ഫോർ ഇന്ത്യസ് വോയിസ് ടു ബി ഹേർഡ്. And second one, lighting the spark in UK-India cultural relations. And third one, quantum challenge. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലായിരിക്കും നമുക്കിന്ന് നോക്കേണ്ടത്. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ടു ലേറ്റ് ഫോർ ഇന്ത്യസ് വോയിസ് ടു ബി ഹേർഡ്. നമുക്കറിയാം, ഇപ്പം ഇസ്രയേൽ ഇറാനും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ന്യൂസിൽ കാണുന്നുണ്ട്. നമ്മുടെ ന്യൂസ് അനാലിസിസിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം യൂണിലാറ്ററൽ ഇസ്രയേൽ സ്ട്രൈക്ക് ഓൺ ഇറാൻ, അതായത് ഇപ്പം ഇറാന്റെ മുകളിൽ ഇസ്രയേൽ നടത്തുന്ന ഒരു എയർ സ്ട്രൈക്കിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ അറ്റാക്കിന്റെ കാര്യങ്ങളുമാണ് മെയിൻ ആയിട്ട് ഈ ഒരു ന്യൂസിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ്, ഇന്ത്യ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എത്രത്തോളം ഇന്ത്യക്ക് ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇറാന്റെ നേരത്തെ ഒരു ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇറാന്റെ യുറാനിയം എൻറിച്ച്മെന്റിന്റെ കേസിൽ അത് എന്താണ് എല്ലാവരും നോക്കി കാണുന്ന ഒരു ഏരിയ ആയിരുന്നു. അതുപോലെ തന്നെ അറ്റോമിക് എനർജി കമ്മീഷൻ എന്തായിരുന്നു, അവരെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഒരു സിവിൽ യൂസിന് വേണ്ടിയിട്ടുള്ളത് ഒരു 10% യുറാനിയം എൻറിച്ച്മെന്റ് ആണ്. അപ്പൊ അതിൽ കൂടുതൽ ഒരു 20% ആയി, അതിപ്പോൾ 70% ആയി. അപ്പം 90% എത്താൻ വളരെയധികം താമസമില്ല അല്ലെ. 90% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 90%ഓളം യുറേനിയം എൻറിച്ച്മെന്റ് വേണ്ടിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേടിയിൽ നിന്നാണ്, അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യും എന്നുള്ളൊരു പേടിയിൽ നിന്നാണ് ഇസ്രയേൽ എന്ത് ചെയ്യുന്നത്, ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കാര്യം. 2 വീക്സിന് എഗോ എന്താണ് ഇവരുടെ സയന്റിസ്റ്റുകളെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇസ്രയേൽ അസാസിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിലുള്ള ടെൻഷൻസും കാര്യങ്ങളും ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം US-ഉം ഇറാനും തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടക്കുന്ന ഈ ഒരു ടൈമില് ഇസ്രയേലിന്റെ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ അറ്റാക്കും കാര്യങ്ങളും എല്ലാം വളരെയധികം എല്ലാവരും നോക്കി കാണുന്നതാണ്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയുടെ ഒരു ബയലാട്രൽ റിലേഷൻ, അതിപ്പം ഇറാനുമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ ഇസ്രയേലുമായിട്ടുള്ള ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. അപ്പം ഇറാൻ, നമ്മൾക്ക് നേരത്തെ ഇറാന് പാക് കൺട്രിയുമായിട്ട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കൂടുതലും ഇറാൻ കൂടുതലും ഇന്ത്യയുമായിട്ട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പം വളരെ നല്ലൊരു ബയലാട്രൽ റിലേഷൻ ആണ് ഇന്ത്യയും ഇറാനും തമ്മിലുള്ളത്. അതുപോലെ തന്നെ ഇസ്രയേലും കഴിഞ്ഞ കുറെ ഡീക്കേഡ്സ് നോക്കുവാണെങ്കിൽ ഇസ്രയേലുമായിട്ടും വളരെ നല്ല ഒരു റിലേഷൻ ആണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ 2 കൺട്രീസിന്റെയും ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സോണിയാഗാന്ധിയുടെ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് ഇസ്രയേൽ ഇറാൻ തമ്മിലുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും വെക്കാം. അപ്പൊ ഇതിന്റെ ന്യൂസ് സമ്മറി എന്താണെന്ന് പറഞ്ഞാൽ, യൂണിലാറ്ററൽ ഇസ്രയേലി സ്ട്രൈക്ക് ഓൺ ഇറാൻ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു, അത് അൺലോഫുൾ ആണ് എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഈ US-ഉം ഇറാനും തമ്മിൽ ഉള്ള ഈ ഒരു ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടക്കുന്ന ആ ഒരു ടൈമിൽ ഇത് വളരെയധികം അൺലോഫുൾ തന്നെയാണ്. കാരണം US റിപ്പോർട്ട് ചെയ്തിരുന്നു വളരെയധികം പീസ്ഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റ്സിന്റെ കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നോക്കി കാണേണ്ടത്. ദെൻ അടുത്തത് ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് ന്യൂക്ലിയർ ഹൈപ്പോക്രിസ്പി. ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയും അതുപോലെ തന്നെ JCPO കമ്മിറ്റ്മെന്റ്സും ഒക്കെ ചെയ്ത ആ ഒരു ടൈമില് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഡീവിയേഷനും കാര്യങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ന്യൂസ് എല്ലാം തന്നെ GS2, GS3 ഇന്റർനാഷണൽ റിലേഷൻസ്, ഗവേണൻസ്, അതുപോലെ തന്നെ ഇന്റേണൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്ന മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻ ഡെപ്ത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്.
ദെൻ അടുത്തത് ഇന്ത്യ സ്ട്രാറ്റജിക് ഡിലമ ആൻഡ് സൈലൻസ്. ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിക്ക് ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ നല്ലൊരു റിലേഷൻ ആണ്. അപ്പം ഇന്ത്യയുടെ ഒരു സൈലൻസ് എന്ന് പറയുന്നത് വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ രണ്ട് കൺട്രീസിന്റെ ഇടയ്ക്കും ഒരു മീഡിയേറ്റർ ആയിട്ട്, അതിപ്പം ഗാസയുടെ വിഷയത്തിലാണെങ്കിലും നമ്മൾ നടത്തുന്ന ഒരു മീഡിയേഷൻസും കാര്യങ്ങളൊന്നും ആ ടൈമിൽ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വളരെയധികം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ഒരു ടൈമാണ് ഇന്ത്യ എടുത്തത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക, അനാലിസിസ് ചെയ്യുക. GS2ലും GS3ലും ഇന്റേണൽ സെക്യൂരിറ്റിന്റെ ത്രെഡ്സും അതുപോലെ തന്നെ ബൈലാറ്ററൽ റിലേഷൻസ്, ഗവേണൻസ് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി ഈ ന്യൂസ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിലിംസിന്റെ ഇതിന്റെ കീവേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചബഹർ പോർട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ട് ഇറാനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പോർട്ടാണ് ചബഹർ പോർട്ട്. ഇറാന്റെ ഒരേ ഒരു ഓഷ്യനിക് പോർട്ടാണ്. അതുപോലെ തന്നെ വളരെയധികം എക്കണോമിക് ആണെങ്കിലും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് സെൻട്രൽ ഏഷ്യയുമായിട്ട് ഒരു ആക്സസ് ഉള്ള ഒരു പോർട്ടാണ്. സോ ആ പോർട്ടിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നോക്കിയിരിക്കുക. ദെൻ INSTC നോക്കുക. അതുപോലെ തന്നെ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ, അതെന്താണ് ഈ പറയുന്നത് പോലെ അതിന്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം നടക്കുമ്പോൾ ഈ ഇറാൻ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അതിൽ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ഇപ്പൊ നടത്തിയതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ നോക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. GS2ലും GS3ലും ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഗവേണൻസിലും ബൈലാറ്ററൽ റിലേഷൻസിലാണെങ്കിലും ഇന്റേണൽ സെക്യൂരിറ്റിയിലും എല്ലാം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. സോ ദ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് ലൈറ്റ് ഇൻ ദ സ്പാർക്ക് ഇൻ UK ഇന്ത്യ കൾച്ചറൽ റിലേഷൻസ്. ഈ അടുത്ത് ഇന്ത്യയും UKയും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ത് ചെയ്തിരുന്നു, റാറ്റിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് കൾച്ചറൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ POCC എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ടും 5 ഏരിയാസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഡിജിറ്റൽ ടെക്നോളജീസ് ഫോർ കൾച്ചർ, എക്സിബിഷൻസ് ആൻഡ് കളക്ഷൻസ്, പെർഫോമൻസ് ആൻഡ് ഇവന്റ്സ്, കൾച്ചറൽ പ്രോപ്പർട്ടി ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഈ 5 ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ പറഞ്ഞ POCC എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൾച്ചറൽ വാല്യൂ ഉള്ള ഒരു കൺട്രിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എഗ്രിമെന്റ്, ഈ ഒരു പാക്ട് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് എക്കണോമി ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്ലോബലി നോക്കിയാലും ക്രിയേറ്റീവ് എക്കണോമി GDP-നെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു എഗ്രിമെന്റ് വരുന്നത് വഴി പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ആർട്ടിഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് സ്കിൽസ് ഉള്ള നമ്മുടെ യൂത്തിന് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. സോ സെക്കൻഡ് ഇത് പറയുന്നത് ക്രിയേറ്റീവ് എക്കണോമി ആസ് ഗ്രോത്ത് എഞ്ചിൻ. നമ്മൾ പറഞ്ഞതുപോലെ ക്രിയേറ്റീവ് എക്കണോമി എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം ഗ്രോത്ത് ഉള്ള ഒരു ഏരിയ ആണ്. ആ എക്കണോമി ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10% ഓഫ് ഗ്ലോബൽ GDP എന്ന് പറയുന്നത് ഈ ഒരു ക്രിയേറ്റീവ് സെക്ടറിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് സ്റ്റഡീസ് കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ടെക് ആൻഡ് ഹെറിറ്റേജ് ഇന്റഗ്രേഷൻ, അതായത് ടെക്നോളജിയും ഹെറിറ്റേജും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വളരെ വലിയൊരു സാധ്യതയാണ് നമുക്ക് ഇന്ത്യക്ക് മുമ്പിലുള്ളത്. അപ്പം നമ്മുടെ എക്കണോമി ആണെങ്കിലും നമ്മുടെ GDP ആണെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ ഈ ഒരു എഗ്രിമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ UK-യുടെ കേസിലാണെങ്കിലും അവര് വളരെയധികം ഇപ്പൊ G20 പ്രസിഡൻസി ടൈമിലൊക്കെ ഈ പറഞ്ഞ ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഈ ഹെറിറ്റേജ് കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് അവരുടെ ഭാഗത്തു നിന്നും ഒരു ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് GS2 വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇന്റർനാഷണൽ റിലേഷൻ അതുപോലെ തന്നെ കൾച്ചറൽ ഏരിയാസിലൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ G20 പ്രസിഡൻസി ഈ ഒരു ടൈമിൽ നിങ്ങൾ G20 സമ്മിറ്റിന്റെ കാര്യങ്ങൾ കൂടി അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇന്ത്യയിൽ നടന്നിട്ടുള്ള G20യുടെ കാര്യങ്ങളും കൂടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ UK പ്രസിഡൻസിയിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും കൂടിയിട്ട് നിങ്ങളൊന്ന് നോക്കുക. അപ്പൊ ഇതിന് പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പ്രോഗ്രാം ഓഫ് കൾച്ചറൽ കോപ്പറേഷൻ. എന്താണ് ഈ പറഞ്ഞ
POCC, അതിൽ ഏതൊക്കെ ഏരിയാസ് ആണ്, നമ്മൾ 5 ഏരിയാസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ 5 ഏരിയാസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഏതൊക്കെയാണെന്നുള്ളത്. അതിനകത്ത് ഡിജിറ്റൽ ടെക്, എക്സിബിഷൻ, സസ്റ്റൈനബിലിറ്റി, പെർഫോമൻസ്, കൾച്ചറൽ പ്രോപ്പർട്ടി, ഇതെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. ദെൻ ക്രിയേറ്റീവ് എക്കണോമിന്റെ കാര്യം അത് നോക്കുക. സോ തേർഡ് വൺ, വേവ് സമ്മിറ്റ് ആൻഡ് UK ഇന്ത്യ പാർട്ട്ണർഷിപ്പ്. അതിനകത്ത് വേവ് സമ്മിറ്റ് എന്താണെന്ന് നിങ്ങൾ നോക്കുക. ഇന്ത്യയുടെ ക്രിയേറ്റീവ് സെക്ടറിനെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമ്മിറ്റ് ആണ്. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് യുനെസ്കോ, അതായത് ഹിമാലയൻ ഹെറിറ്റേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹിമാലയൻ നോട്ട് ടെക്സ്റ്റൈൽസിന്റെ കാര്യങ്ങളൊക്കെ, ആ ഒരു പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കി പോവുക. അതുപോലെ UK ഇന്ത്യ ടൈസ്, ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നോക്കുക. ഫ്രീ ട്രേഡ് എഗ്രിമെന്റും കാര്യങ്ങളും ഒക്കെ നോക്കുക. മെയിൻസിന്റെ ആസ്പെക്ട്സിലാണെങ്കിൽ GS1 എന്താണ്, ആർട്ട് ആൻഡ് കൾച്ചറൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ്, ക്രിയേറ്റീവ് എക്കണോമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, GS3 എക്കണോമി. അതുപോലെ തന്നെ GS2 എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്, ഈ സ്കിൽസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ ആർട്ടിഷ്യൻസിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ആർട്ടിസ്റ്റിക് സ്കിൽസ് ഒക്കെ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, ഗ്ലോബലി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കുക. അതുപോലെ തന്നെ ബയലാട്രൽ റിലേഷൻസും കൂടിയിട്ട് ഇന്ത്യ UK തമ്മിലുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് നോക്കി പോവുക. സോ ദ തേർഡ് ആൻഡ് ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ക്വാണ്ടം ചലഞ്ച് ആണ്. ഇതിന്റെ ന്യൂസ് സമ്മറി നമുക്കൊന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടം സൈബർ സെക്യൂരിറ്റി ബ്രേക്ക് ത്രൂ ആണ്. അതായത് സയന്റിസ്റ്റ് അറ്റ് IIT ഡൽഹി ആൻഡ് DRDO സക്സസ്ഫുള്ളി ഡെമോൺസ്ട്രേറ്റഡ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ഓവർ 1 kilometer of free space, a crucial step towards secure hack-proof communication network even in the age of quantum computing. അതായത് ഈ പറയുന്ന ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ, അതായത് QKD, ഇതിന്റെ ഡെവലപ്മെന്റിലൂടെ നമുക്ക് എന്താണ് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ തുറന്നു കാണുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു 1 kilometer ഓഫ് ഫ്രീ സ്പേസിലാണ് ഇപ്പൊ ഇവർ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. അതായത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു ഏജ് ആണെങ്കിൽ കൂടിയും വളരെ സെക്യൂർഡ് ആയിട്ട്, ഹാക്ക് പ്രൂഫ് ആയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു എന്താണ് കണ്ടുപിടുത്തത്തിന്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇതിന് അടുത്ത് നമുക്ക് നോക്കേണ്ടത് നാഷണൽ ക്വാണ്ടം മിഷൻ ആൻഡ് ചലഞ്ചസ്. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിനെ ഒക്കെ ബാധിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഈ നാഷണൽ ക്വാണ്ടം മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 2023 നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് വളരെയധികം ഡിലേ ആയിരുന്നു. അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റിക് ഡിലേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫണ്ടിങ് ഒക്കെ വളരെയധികം പ്രോപ്പർ ആയിട്ടായിരുന്നില്ല നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൂടുതലും നമ്മൾ ഫോറിൻ ടെക്കിനെ ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഇവര് ഫേസ് ചെയ്തിട്ടില്ല. ഈ നാഷണൽ ക്വാണ്ടം മിഷൻ നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു ചലഞ്ചസും കാര്യങ്ങളുമാണ്. അപ്പം ഇതിനൊരു സിസ്റ്റമാറ്റിക് റിഫോം വേണം എന്നുള്ളതും കൂടിയിട്ട് ഈ ഒരു ന്യൂസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലീഡ്, ഇന്ത്യയുടെ ഒരു ലീഡാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ നമ്മൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ QKD എന്താണ്, QKD ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ, അത് നിങ്ങൾ നോക്കിക്കാണുക. അതുപോലെ നാഷണൽ ക്വാണ്ടം മിഷൻ, അതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 6003 crores ആയിരുന്നു. അപ്പൊ ആ കാര്യങ്ങൾ നോക്കുക. അതിന്റെ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, കമ്മ്യൂണിക്കേഷൻ, സെൻസിങ് മെറ്റീരിയൽസ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കുക. നാഷണൽ ക്വാണ്ടം മിഷന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ തീംസ്, കാര്യങ്ങളെല്ലാം നോക്കുക. ദെൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ത്രെറ്റ്, ഈ ഒരു കാര്യം വരുമ്പം എന്തൊക്കെ ത്രെട്ടാണ് നമ്മുടെ മെസ്സേജ് ആണെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴാണെങ്കിലും അതിൽ നേരിടേണ്ടി വരുന്ന ത്രെട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇപ്പം ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് വളരെയധികം അൺസേഫ് ആണ്. അതായത് നമ്മൾ മെസ്സേജ് ഇപ്പൊ ഈ പറയുന്നത് പോലെ മിലിറ്ററിന്റെ കേസുകളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്രിപ്റ്റോ മെസ്സേജുകളായിരിക്കും അയക്കുക. അതായത് അത് ഡിസഫിയർ ചെയ്യാൻ ഇപ്പൊ വളരെയധികം ഈസിയാണ്. ഇങ്ങനെയുള്ള ഒരു ടെക്നോളജി വരുന്നത് വഴി അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആകുവാണ്. ഈ പറയുന്ന ഹാക്കിങ്ങും കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മെസ്സേജുകളും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ത്രെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ കാര്യം ഈ ഒരു ന്യൂസിന്റെ ബേസിസിൽ. ദെൻ മെയിൻസിന്റെ ആസ്പെക്റ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് സയൻസ് ആൻഡ് പ്രിലിംസിൽ വരുമ്പോൾ സയൻസ് ആൻഡ് ടെക് എന്ന് പറയുന്ന പോർഷനിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ നോക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുമ്പോൾ GS
PS2 ഗവേണൻസ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്യൂറോക്രാറ്റിക് ഡിലേസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് സ്മൂത്തായി നടന്നാൽ മാത്രമേ നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ടെക്നോളജിയിലുള്ള ഒരു ലീഡ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഗവേണൻസിന്റെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇന്റേണൽ സെക്യൂരിറ്റി, നമ്മളുടെ മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം എത്രത്തോളം ഇന്റേണൽ സെക്യൂരിറ്റിനെ ബാധിക്കുന്നതാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ ആ കാര്യങ്ങളിലെല്ലാം ഒരു ഇതുണ്ടാവണം. അതായത് റോൾ ഓഫ് ക്വാണ്ടം ടെക്നോളജീസ് ഇൻ സെക്യൂറിംഗ് നാഷണൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, ആ ഒരു ഏരിയാസിൽ നിങ്ങൾക്ക് നല്ലൊരു എന്തുണ്ടാവണം, നോളജ് ഉണ്ടാവണം. അതുപോലെ തന്നെ എക്കണോമി, നീഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്കോസിസ്റ്റം ഡെവലപ്മെന്റ്, ഡീപ് ടെക് ആൻഡ് ക്വാണ്ടം സ്റ്റാർട്ടപ്സ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു ഫണ്ടിന്റെ ഡിലേസും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പൊ എക്കണോമി സ്ട്രോങ് ആയാൽ മാത്രമേ, ഫണ്ടിങ് സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള, ഡീപ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എക്കണോമിന്റെ ഏരിയാസിലും ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു മിഷൻ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ഈ പറയുന്ന നാഷണൽ ക്വാണ്ടം മിഷൻ, ഈ മിഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം അതിനുള്ള പ്രോൺസ് ആൻഡ് കോൺസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ചലഞ്ചസ് എന്തൊക്കെയാണ്, ഇത് വഴി ഫ്യൂച്ചറിൽ ഇന്ത്യക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നല്ല അവയർനെസ് ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ്. ഓരോ ന്യൂസും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക, അനാലിസിസ് ചെയ്യുക. അതായത് പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലും ഓരോ ന്യൂസും അനാലിസിസ് ചെയ്യുക. താങ്ക് യു.